हरि ओं श्री गुरुभ्यो नमः। ओं हरि श्री गणपते नमः। अविघ्नमस्तु श्री गुरुभ्यो नमः। सौंदर्यलहरी मंगलाचरण। सौंदर्यलहरी कर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यदिराचाय ते नमः। सदाशिवसमारम्भा शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे ഗുരുപരമ്പരാം. ഭഗവതിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം ശ്രീ ത്രിപുരസുന്ദര്യേ നമഃ. 81ാമത്തെ ശ്ലോകം. സൗന്ദര്യലഹരിയിലെ ശങ്കരാചാര്യർ 100 ശ്ലോകങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മളിപ്പോൾ കേശാദിപാദം, അതായത് ദേവിയുടെ കിരീടം മുതൽ പാദം വരെയുള്ള വർണ്ണനയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നാഭിപ്രദേശങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയുള്ള ശ്ലോകങ്ങളും കുറച്ച് പാദം വരെയുള്ള വർണ്ണനകളാണ്. ഗുരുത്വം വിസ്താരം ക്ഷിതിധരപദേ പാർവതി നിജാത് നിദംബാദാച്ഛിദ്യ ത്വയി ഹരണരൂപേണ നിധദേ അധസ്തേ വിസ്തീർണോ ഗുരുരയമശേഷാം വസുമതി നിദംബ പ്രാഗ്ഭാര സ്ഥഗയതി ലഘുത്വം നയതി ച. ഗുരുത്വം വിസ്താരം ക്ഷിതിധരപതി പാർവതി നിജാത് നിദംബാത് ആച്ഛിദ്യ ത്വയി ഹരണരൂപേണ നിധദേ അധ തേ വിസ്തീർണഃ ഗുരുരയമശേഷാം വസുമതി നിദംബ പ്രാഗ്ഭാരഃ സ്ഥഗയതി ലഘുത്വം നയതി ച. ഹേ പാർവതി, ക്ഷിതിധരപതി നിന്തിരുവടിയുടെ പിതാവായ പർവ്വതരാജൻ നിജാത് തന്നെ സംബന്ധിച്ചതായ നിദംബാത് നിദംബ പ്രദേശത്തിൽ നിന്ന് മലഞ്ചെരുവിൽ നിന്ന്, അതായത് ഹിമവാനാണല്ലോ, അപ്പോൾ ഹിമവാൻ്റെ മലഞ്ചെരുവിൽ നിന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹിമവാനാണല്ലോ പാർവതി ദേവിയുടെ അച്ഛൻ. അപ്പോൾ മലഞ്ചെരുവിൽ നിന്ന് ഗുരുത്വം ഘനത്തെയും വിസ്താരത്തെയും, അതായത് ഭൂമിക്ക് ഗുരുത്വാകർഷണം ഉണ്ടാവും, അതുകൊണ്ടാണ് ഇവിടെ ഗുരുത്വം എന്ന് പറഞ്ഞത്. ഘനത്തെയും വിസ്താരത്തെയും ത്വയി നിന്തിരുവടിയുടെ വിഷയത്തിൽ ഹരണരൂപേണ സ്ത്രീധനരൂപമായിട്ട് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് സ്ത്രീധനമായിട്ട് ഭൂമി, ഗോക്കൾ, പശുക്കൾ അങ്ങനെയുള്ളതൊക്കെ കൊടുക്കുക. അപ്പോൾ അതുപോലെ ഹിമവാനും മകൾക്ക് സ്ത്രീധന രൂപമായിട്ട് നിധദേ നിക്ഷേപിച്ചിരിക്കുന്നു. അതഹ ഈ കാരണത്താൽ തേ നിന്തിരുവടിയുടെ അയം നിദംബ പ്രാഗ്ഭാരഃ, ഭഗവതിയുടെ നിദംബത്തെ പറ്റിയാണ് പറയുന്നത്. ഈ നിദംബത്തിൻ്റെ അതിശയാവസ്ഥ ഗുരുഹു കട്ടിയുള്ളതായിട്ടും വിസ്തീർണഃ വിസ്താരമുള്ളതായിട്ടും ഭവിച്ചിട്ട് അശേഷാം വസുമതിയും പറഞ്ഞ ഭൂമിദേവി അശേഷാം വസുമതിയും ഭൂപ്രദേശത്തെ മുഴുവനും സ്ഥഗയതി മറയ്ക്കുന്നു, ലഘുത്വം ഭാരക്കുറവിനെ പ്രാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഭാരം ഉണ്ടായാൽ ഭഗവതിക്ക് എടുത്തു നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഭാരക്കുറവിനെ ലഘുത്വം പ്രാപിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അല്ലയോ പർവ്വതരാജപുത്രിയും, പിതാവായ പർവ്വതരാജൻ തൻ്റെ നിദംബ പ്രദേശത്തിൽ നിന്ന് ഘനത്തെയും വിസ്താരത്തെയും എടുത്ത് നിന്തിരുവടിയുടെ അമ്മയ്ക്ക്, അതായത് ദേവിയുടെ വിഷയത്തിൽ സ്ത്രീധനമായി നിക്ഷേപിച്ചു. ഇത് നിമിത്തം നിന്തിരുവടിയുടെ ഈ നിദംബ പ്രദേശം അതിശയമായ ഘനത്തോടും വിസ്താരത്തോടും കൂടിയതായി ഭവിച്ചിട്ട് സമസ്ത ഭൂമണ്ഡലത്തെയും മറയ്ക്കുകയും ലഘൂകരിക്കുകയും ചെയ്യുന്നു. ലോകത്തിൽ ഗുരുത്വ വിസ്താരങ്ങൾ ഒന്നിച്ചു ചേർന്ന വസ്തു ഭൂമിയാകുന്നു. ഗുരുത്വാകർഷണം എന്ന് നമ്മൾ പറയല്ലോ. അപ്പോൾ പർവ്വതരാജാവായ ഹിമവാൻ ഭൂമിധരനായതിനാൽ, അതായത് ഭൂമിയുടെ അധിപനായതിനാൽ ഭൂമിയെ അതിശയിച്ച ഗുരുത്വ വിസ്താരങ്ങൾ അദ്ദേഹത്തിന് സ്വായത്തമായിരിക്കൊണ്ട് പുത്രിയായ ദേവിക്ക് നിദംബ രൂപത്തിൽ അദ്ദേഹത്തിൽ നിന്നും സിദ്ധിച്ച ഗുരുത്വ വിസ്താരങ്ങൾ ഈ 2 കാര്യത്തിലും ഭൂചക്രത്തെ അതിശയിക്കുന്നതാണെന്ന് താല്പര്യം. ഇവിടെ ഓരോ അവയവങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.
ഓം കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി അദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീമഹാദേവ്യേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.